ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുമെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. എന്താ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്? നമ്മളൊരു സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് എടുക്കുന്നു, A0 A1 എക്സെട്ര AN എന്ന് പറയുന്ന പോയിൻറ്റുകൾ നമ്മൾ എടുക്കുന്നു. ഈ പോയിൻറ്റുകൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മളൊരു സ്കേലാർ എടുക്കുന്നു, TI എന്ന് പറയുന്ന സ്കേലാർ എടുക്കുന്നു. എന്നിട്ട് സമ്മേഷൻ TI AI 0 ആണെങ്കിൽ അതിലുള്ള എല്ലാ TIകളും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം, അല്ലേ? ഇനി എന്താ ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്? നമ്മളൊരു സെറ്റ് എടുക്കുന്നു, ഇതൊരു സെറ്റാണല്ലേ, നമ്മളൊരു സെറ്റ് എടുക്കുന്നു, A0 A1 എക്സെട്ര AN എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നു. എവിടെ നിന്ന്? ഒരു RNൽ നിന്നാണ് നമ്മളിത് എടുക്കുന്നത്. ഈ സെറ്റ് ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയണമെങ്കിൽ നമ്മൾ അവിടെ ഒരു സ്കേലാർ TIനെ കൺസിഡർ ചെയ്യുന്നു, സച്ച് ദാറ്റ് സമ്മേഷൻ TI എന്തായിരിക്കും? 0 ആയിരിക്കും, വേർ I ഈക്വൽ ടു 0 to N. ആൻഡ് സമ്മേഷൻ TI AI എന്തായിരിക്കും? TI AI 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് T1 ഈക്വൽ ടു T0 ഈക്വൽ ടു T1 ഈക്വൽ ടു T2 ഈക്വൽ ടു എക്സെട്ര TN ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന പോയിൻറ്റ്സുകളെ ഒരു സ്കേലാർ കൊണ്ട് സമ്മേഷൻ TI AI എന്ന് ചെയ്യുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ അതിലുള്ള എല്ലാ TIകളും 0 ആയിരിക്കും, വേർ I ഈക്വൽ ടു 0 to N. അതുപോലെ തന്നെ ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പോയിൻറ്റ്സുകളെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സമ്മേഷൻ TI AI എന്ത് വരും? 0 വരും. സമ്മേഷൻ TIകൾ എന്ത് വരും? 0 എന്ന് വരും. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് T0 ഈക്വൽ ടു T1 ഈക്വൽ ടു T2 ഈക്വൽ ടു എക്സെട്ര TN ഈക്വൽ ടു 0. ഇനി നോക്കിയേ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവർ ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആവുമോ? ഓക്കെ, നമുക്കിതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ എടുക്കുകയാണ് നമ്മുടെ പോയിൻറ്റ്സുകൾ A0 A1 എക്സെട്ര AN എന്ന് പറയുന്ന നമ്മുടെ പോയിൻറ്റ്സുകൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ എടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന സ്കേലാർ ഏതാണ്? TI എന്ന് പറയുന്ന സ്കേലാറാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് സമ്മേഷൻ TI എന്ന് പറയുന്നത് I ഈക്വൽ ടു 0 to N എന്ന് പറയുന്നത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സമ്മേഷൻ I ഈക്വൽ ടു 1 to N TI AI എന്ന് പറയുന്നത് 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാൻ. ഓക്കെ, ഇങ്ങനെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തറിയാം? ഈ ഒരു ടേംസുകൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ സമ്മേഷൻ TI AI 0 ആണെങ്കിൽ അതിൽ നിന്ന് TIകളൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും, നമുക്കറിയാലോ. അപ്പോൾ സമ്മേഷൻ TI AI 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? TIകളൊക്കെ 0 ആണ്. TIകളൊക്കെ 0 എന്ന് പറയുമ്പോൾ T0 T1 എക്സെട്ര TNകളൊക്കെ എന്താണ്? 0 ആണ്. ഇതെല്ലാം 0 ആയി കഴിഞ്ഞാൽ ഇതെന്തായി? നമ്മുടെ ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് കണ്ടീഷൻ ആയില്ലേ? എന്താ ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് കണ്ടീഷൻ പറയുന്നത്? ഈ ടേംസുകൾ ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവിടെ സമ്മേഷൻ TIകൾ 0 ആയിരിക്കും. അത് നമ്മളിതാ ഇവിടെ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. സമ്മേഷൻ TI AIകളും 0 ആയിരിക്കും, അങ്ങനെ സമ്മേഷൻ TI AIകൾ 0 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മളെടുത്തുള്ള ടേം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് സമ്മേഷൻ TI AI 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? TIകളൊക്കെ 0 ആയിരിക്കും. എല്ലാ TIകളും 0 എന്ന് പറയുമ്പോൾ T0 T1 എക്സെട്ര TNകളൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ഒരു സെറ്റെങ്കിൽ അവർ ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും.